ലഞ്ച് ബോക്സ് ഇത്തവണ വാങ്ങണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ പാറുക്കുട്ടിക്ക് കഴിഞ്ഞ വർഷം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ലഞ്ച് ബോക്സ് ഭയങ്കര ചെറുതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രണ്ടുപേർക്കും ഓരോ ലഞ്ച് ബോക്സ് വാങ്ങിയേക്കാമെന്ന്. അങ്ങനെ ദേ ബ്രോഡ്വേയിൽ വന്നാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ 2 ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. വേഗം കണ്ണടക്കി രണ്ടുപേർക്കും ഓരോ സർപ്രൈസ് ഉണ്ട്. തുറക്കരുത്, ചീറ്റ് ചെയ്യരുത് കേട്ടോ. റെഡി സ്റ്റഡി ഗോ. അമ്മൂന് ലഞ്ച് ബോക്സ് വേണ്ടെന്നല്ലേ പറഞ്ഞേ? അല്ലടാ, 2 കളറാ മേടിച്ചു. അത് അമ്മൂന്റെ. പാറുന്റെ ഇരിക്കുന്ന അമ്മൂന്റെ ഇരിക്കുന്ന പാറുന്റെ. സ്വാപ്പ് ചെയ്തെടുക്കൂ, സ്വാപ്പ് ചെയ്ത്. കൊള്ളാമോ? കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ വർഷം. ഇതിന്റെ 3 കമ്പാർട്ട്മെന്റ്. കൊള്ളാവാറു. ഇത്തവണ നിനക്ക് ഇച്ചിരി ഉണ്ടല്ലേ? അയാള് പറഞ്ഞായിരുന്നു നല്ല ക്വാളിറ്റി ആണെന്ന്. ഞാൻ ആ കടയിൽ ഇങ്ങനെ സംശയിച്ചായിരുന്നു നിന്നത്, ഇതിന്റെ അടപ്പ്. അല്ലടാ, ഇത് നല്ലതാടാ. അപ്പൊ പറഞ്ഞു ഒത്തിരി പേര് കൊണ്ടുപോയി, ഇതുവരെ ആരും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇഷ്ടമായോണ്ട് ഫോർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് 450 ഉള്ളൂ, മറ്റേത് 900 ഒക്കെ ഉണ്ടല്ലോ. പാറു, സന്തോഷായോ? ഇനി അമ്മ സ്കൂൾ തുറന്നിട്ട് ഒന്നും വാങ്ങി തന്നില്ലെന്ന് പറയണ്ട കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഇഷ്ടമായോടാ? അമ്മുക്കുട്ടിക്ക് ചോറും മോരും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കേട്ടോ. ഓക്കെ, പിന്നെ പാറക്കുട്ടിക്ക് ചപ്പാത്തിയും സോയാബീൻ ഫ്രൈയും. പിന്നെ പാറക്കുട്ടിക്ക് എന്തൊക്കെയാണ്? കൊള്ളാവോടാ? ഇഷ്ടപ്പെട്ടോ? നല്ല കട്ടിയുണ്ട്, മറ്റേനേക്കാൾ നല്ലതാന്ന് തോന്നി, അതുകൊണ്ട് മേടിച്ചാണ് ഗൈസ്. തേമേ നന്നായിട്ട് ഇരുന്നാ മതി. എടാ, അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, ഇട്ട് കൊടുക്ക. പൊട്ടനെന്നും അങ്ങനെ കറിയുന്ന അത് ചൂട് കളയാനാടാ. നമ്മൾ തുറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വെക്കണം, അപ്പൊ ചൂട് പോകും. ചൂട് കളയൊന്നും വേണ്ട, ചൂടോടുകൂടി വേണം കഴിക്കാൻ. അമ്മുന് ഇഷ്ടായോ? ഭയങ്കര ചൂടാണെങ്കിൽ എന്തോ ഇച്ചിരി ഒക്കെ കളയാം. അമ്മുന് ഇഷ്ടായോ? അപ്പൊ മറ്റേത് ചെറുതായോണ്ടാണോ? ഇതാകുമ്പോ അമ്മുന് ഒരു പാത്രത്തിലെല്ലാം കഴിക്കല്ലോ. ഇതില് ചോറ് വെക്കാം, ചപ്പാത്തി വെക്കാം, ഇഡ്ഡലി വെക്കാം, സാമ്പാർ ഇതിനകത്ത് വെച്ച് ലീക്കാവൂന്ന് അറിയത്തില്ല, ടെസ്റ്റ് ചെയ്യാം. അല്ല, ഇതില് വേറൊരു പാത്രം വെക്കാം. ഇവിടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചോറും മസ്റ്റാണ്. നല്ലല്ലേ? ഓ പിന്നെ ഇനി വേറെ സർപ്രൈസ്. നീ നോക്കണ്ട, ഫിഷ് അല്ല, ഫിഷ്. പിന്നെ അതെ ഗൈസ്, ഒരു പ്രാവശ്യം ഞാൻ ആ കളർ തപ്പി പോയിട്ട് ഏകദേശം കളറാ കിട്ടിയത്. ഇതാണ് എന്റെ സ്നാക്സ് ബോക്സ്. നിങ്ങൾ എന്തോ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കാണണം ഗൈസ്. നിങ്ങൾ ഇങ്ങനത്തെ പിന്നെ ഗൈസ് ടണ്ടടാൻ റെയിൻകോട്ട്. ഇത്തവണ ഞങ്ങൾ 100 രൂപയുടെ റെയിൻകോട്ടാ ഗൈസ് മേടിച്ചത്. 100 രൂപയുടെ റെയിൻകോട്ട് അമ്മൂന് മേടിച്ചു. അമ്മൂന് പച്ച വേണോ വെള്ള വേണോ? എനിക്ക് ഏതെങ്കിലും മതി, കുഴപ്പമില്ല. അമ്മൂന് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഉണ്ട്, ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ഉണ്ട്. അല്ല, വലിയവർക്കുള്ള ഇത് 100 രൂപയുടെ. കുഴപ്പമില്ല, എനിക്ക് റെയിൻകോട്ട് അല്ല, സ്കൂളിലൊക്കെ നമ്മുടെ അമ്പഴ. പിന്നെന്തോ ശരിക്കും പറഞ്ഞില്ലേ, ഇത് വലിയവരുടെ കേട്ടോ. പിന്നെ ഇവർക്ക് ബാഗൊക്കെ ഇടുമ്പോഴത്തേക്കിനും കുറച്ച് വലുതായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ്. ഇത് ചുമ്മാ കയറ്റി ഇടുന്ന ടൈപ്പാണ് കേട്ടോ. അമ്മൂനിത് ഭയങ്കര വലുതാണത്. പറൂന് വൈറ്റ് കൊടുത്ത് അമ്മൂന്. അമ്മ സൂക്ഷിച്ച് അമ്മൂന് അതിലേക്കൂടെ ഇറക്കണം. കൊള്ളാലോ, ഇതിന് ബാഗും കൂടി ഇടുമ്പോ സെറ്റാണ്.
ഫുൾ കവറായി. അപ്പൊ സ്കൂളിൽ പോകുമ്പോ ഇത് എന്നിട്ട് കെട്ടണം കേട്ടോ, നല്ല ടൈറ്റ് ആയിട്ട്. ആ രക്ഷപ്പെട്ടു, സെറ്റായി ഗൈസ്. അമ്മൂന് കരുത, അമ്മ ഫുൾ കവറാണ്. അടിവശവും കൈയും കട്ട് ചെയ്യണം. വേണ്ട വേണ്ട, ഒന്നും ചെയ്യണ്ട, കവർ ചെയ്ത് ഇറങ്ങോട്ടെ. അപ്പൊ ഒട്ടും നനയത്തില്ലല്ലോ. എന്റെ കാലിന്റെ അവിടെ വരെ. ആ പാറു കാലിന്റെ അവിടെ വരെ, അമ്മു പക്ഷെ ഒട്ടും നനയത്തില്ല. ഒരു ചെടി. അപ്പൊ ഇനി ഞങ്ങൾക്ക് ബാഗൊക്കെ പാക്ക് ചെയ്യാനുണ്ട് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. യെസ് ഗൈസ്. ഒരു കവർ ഉണ്ടായിരുന്നു.